UDF തഴവ 81 നമ്പർ ബൂത്ത് കുടുംബസംഗമം നടത്തി. കരുനാഗപ്പള്ളി മണ്ഡലം UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കുടുംബസംഗമം നടത്തിയത്. കരുനാഗപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് UDF തഴവ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 81 നമ്പർ ബൂത്ത് കുടുംബസംഗമം നടത്തിയത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും കാർഷിക മേഖലയും പൊതുജനങ്ങളുടെ ജീവിതവും ആഭ്യന്തര വകുപ്പും ക്രമസമാധാന പരിപാലനവും ഉൾപ്പെടെ എല്ലാം തച്ചു തകർന്ന് ഇല്ലാതായിട്ടുള്ള ഒരു 10 വർഷക്കാലമായിരുന്നു നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെയല്ല എന്ന് തെളിയിക്കുവാൻ, അങ്ങനെയല്ല എന്ന് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ ഈ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ CPI ഉൾപ്പെടെയുള്ള ഒരു പ്രസ്ഥാനത്തിനോ അതിന്റെ നേതാക്കന്മാർക്കോ വിദ്യാർത്ഥി യുവജന നേതാക്കന്മാർക്കോ സാധിക്കുകയില്ല. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു നാടിന്റെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ 3 പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നെടുംതൂണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇത് 3-മാണ്. അതിൽ 4മതൊരു നെടുംതൂണുണ്ട് എന്ന ഒരു കാഴ്ചപ്പാട് വരികയും അത് മാധ്യമങ്ങളാണ് എന്ന് നമ്മൾ തീരുമാനിക്കുകയും 4th പില്ലർ ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ 4ാം നെടുംതൂണ് മാധ്യമങ്ങൾ ആണ്. ആ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളെ അസഹിഷ്ണുതയോടുകൂടി സ്വീകരിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യപരമായ ഒരു പ്രക്രിയയ്ക്ക് ഒട്ടും അഭികാമ്യമല്ല. ആ ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതായിരിക്കാം. ഒരുപക്ഷെ ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടും തെറ്റായിരിക്കാം. പക്ഷെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന, സമൂഹത്തിന്റെ പ്രതിധ്വനിയായിട്ടുള്ള, സമൂഹത്തിൽ ഭരണകൂടത്തോട് ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. നിഹാദ് ആഞ്ഞിലിമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. മണിലാൽ ചക്കാലത്തറ, അനിൽ മത്തായി, തോപ്പിൽ ശിഹാബ്, ആനിപ്പൊൻ, ഖലീലുദ്ദീൻ പൂയപ്പള്ളിൽ, പാവുമ്പ സുനിൽ, വാവാച്ചൻ, സജിത ബാബു, തടത്തിൽ ഇസ്മയിൽ, രവീന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.